നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ചില പ്രധാന കാര്യങ്ങൾ, ഈ സമയം അറിയേണ്ടതും അറിയാതെ പോകാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ സന്ദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഭഗവാന് മുൻപിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആ ദുരിതപൂർണമായ കാര്യമോ ദുഃഖകരമായ കാര്യമോ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. മനസ്സ് ഈ സമയം നിങ്ങൾ ശാന്തമാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ പലവിധ ചിന്തകളുണ്ട്. ആ ചിന്തകൾ ഇപ്പോൾ ആവശ്യമാണോ എന്ന് നിങ്ങൾ തീർച്ചയായും അത് കാണേണ്ടതാണ്. അതായത് മനസ്സിലുള്ള ചിന്തകൾ നിങ്ങൾ ഇപ്പോൾ ഒതുക്കി നിർത്തി നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങളോട് പറയുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ്, ഒരു മുന്നറിയിപ്പായി തന്നെ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. അതിനാൽ ഇതൊരു യാദൃശ്ചികമായ കാര്യമല്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടിരിക്കുന്നു എന്നും നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഭഗവാൻ വാക്കുകളിലൂടെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമല്ല ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ആ തിരിച്ചടികളിൽ നിന്നുള്ള ഒരു സംരക്ഷണം തന്നെയാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ ഒരു മാർഗം പറഞ്ഞു തരുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഏതൊരു കാര്യവും നിങ്ങൾ മാറ്റിവെച്ച് ഈ കാര്യത്തിന് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകുന്ന മുന്നറിയിപ്പുകളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കില്ല എന്ന സന്ദേശം കൂടി ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. നിങ്ങൾ അറിയാതെ തന്നെ ചില വ്യക്തികളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നിങ്ങളെ പിന്തുടരുന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ കർമ്മങ്ങളോ അല്ലെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി നിങ്ങളെ പിന്തുടരുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും തകർന്നു പോകുന്നതിന് മുൻപുള്ള കൃത്യമായ സമയമാണ് നിങ്ങളിലേക്ക് ഈ ദൈവികമായ സന്ദേശം എത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം ഭഗവാന്റെ വാക്കുകൾ അത് നിസ്സാരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വരാൻ പോകുന്ന സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നിമിഷവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ ആയി നിങ്ങൾ ശാരീരികപരമായി അത്ര ഉയർച്ചയിലല്ല എന്ന് പറയാം. അത് പല ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്നതാകാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. അതൊരു രോഗമല്ല, നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ക്ഷീണമാണ് എന്ന് തന്നെ പറയാം. രോഗദുരിതങ്ങളുണ്ട് എങ്കിൽ പോലും ക്ഷീണവും നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അത് ഇത്തരം ചിന്തകളാലോ അല്ലെങ്കിൽ ശാരീരികപരമായ തളർച്ചയാലോ നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. ഈ സമയം രോഗദുരിതങ്ങൾ ചിലത് നിങ്ങളെ ബാധിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷമതകളും നിങ്ങളിലുണ്ട് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ തെറ്റായി അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായി സംഭവിക്കുമ്പോൾ നിങ്ങൾ
നിങ്ങളുടെ ദൈവാംശമായ ആത്മാവ് തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകും. അത് ശരീരവുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. അത് തീർച്ചയായും ദൈവാംശമായ ആത്മാവ് നിങ്ങളോട് കൃത്യമായി സംവദിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ തിരിച്ചറിയേണ്ടതാണ്. അതിന് സാധിക്കാതെ വരുമ്പോൾ ഭഗവാൻ തന്നെ അതൊരു സൂചനയായി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു എന്ന വാസ്തവം. ഈ സമയം നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ, എല്ലാ മറ്റു ചിന്തകളിൽ നിന്നും മാറി ചിന്തിച്ചു നോക്കുമ്പോൾ, നിങ്ങളോട് എന്താണ് ദൈവാംശമായ ആത്മാവ് പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ അവഗണിച്ച് മുന്നേറുന്നവർ തന്നെയാണ്, എന്നാൽ അതൊരു അപായ സൂചന തന്നെയായിരുന്നു എന്നത് വാസ്തവമാണ്. സാധാരണ ഒരു തലവേദനയോ ക്ഷീണമോ അല്ല നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നതായ ഒരു വിഷം എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായ ശക്തിയാണ്. ആ നെഗറ്റീവായ ഊർജം നിങ്ങളുടെ ശരീരത്തിന്റെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതൊരു ശരീരം പ്രതിരോധിക്കുന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഉറങ്ങണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ സ്വസ്ഥമായ ഒരു ഉറക്കം നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. ക്ഷീണം നിങ്ങളെ വളരെയധികം തളർത്തുന്നതായ സാഹചര്യം. അത്രമേൽ ക്ഷീണം പല കാര്യങ്ങളിലും നിങ്ങൾ അനുഭവിച്ചു പോരുന്ന സാഹചര്യവുമുണ്ട്. വയറുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും അസ്വസ്ഥതകൾ നിങ്ങളെ പല വിധത്തിലും ബാധിക്കുന്നതായ സാഹചര്യം. അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടല്ല എന്നതാണ് വാസ്തവം. കൂടാതെ നിങ്ങളുടെ ചർമ്മവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പല വിധത്തിലും വിഷമതകൾ ഉണ്ടായി എന്ന് വരാം. അതൊരു പാടോ അല്ലെങ്കിൽ അടയാളങ്ങളോ അത്തരം ചില കാര്യങ്ങളാകാം. അത് പിന്നീട് നിങ്ങൾക്കൊരു വിഷമമായി തോന്നാവുന്നതാണ്, വിചിത്രമായി തോന്നാവുന്നത് പോലുമാണ്. പല കാരണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരായിരിക്കുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും ആലോചിച്ചോ അല്ലാതെയോ തലയ്ക്ക് വലിയ ഭാരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ തന്നെ പലപ്പോഴും തലകറക്കം അനുഭവപ്പെടുന്നതായ ഒരു സാഹചര്യം പോലും ഉണ്ടാകാം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന് കൂടിയാകാം. അതിനാൽ കൂടിയാകാം അവരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും തരണം ചെയ്യുവാൻ സാധിക്കുന്നതിനാൽ കൂടിയാകാം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത്. അത്തരത്തിലും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശരീരം ഒന്ന് ഉലഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിയന്ത്രണം നഷ്ടപ്പെടുന്നതായ സാഹചര്യം. അത് ശരീരത്തിനും മുകളിലാണ് എങ്കിലും നിങ്ങൾക്ക് നിയന്ത്രണം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിയന്ത്രണം നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്നു എന്നൊരു ചിന്തയോ അല്ലെങ്കിൽ അത് സത്യമോ ആണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. എന്നാൽ നിങ്ങളുടെ ഊർജവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം അത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആ ശക്തിക്കെതിരെ പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ കാര്യങ്ങളൊന്നും യാദൃശ്ചികമല്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ അതൊരു അബദ്ധത്തിലേക്ക്, ചതിയിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത് പോലെ ആയിരിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന തിരിച്ചടികൾ വലുത് തന്നെയാണ്. എന്നാൽ ഈ ശക്തിയെ, അതായത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമാകുന്ന ഈ നെഗറ്റീവായ ശക്തി, നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായ ബാധിക്കുന്ന ആ ശക്തി നിങ്ങളെ പല വിധത്തിലും തളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത് വാസ്തവം തന്നെയാണ്. അതാണ് യഥാർത്ഥ കാരണം. ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം.
ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന പോലും നടത്തുന്നതായ സാഹചര്യം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അത്തരത്തിലൊരു വിശ്വാസ വഞ്ചന ചതി ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ അപ്രകാരമല്ല ഭഗവാൻ. നിങ്ങൾ വിശ്വസിച്ചതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അത്രമേൽ സ്നേഹത്തോടെ നിങ്ങളെ പരിചരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ സമയം ഏത് പ്രവൃത്തി ചെയ്യുകയാണ് എങ്കിലും വളരെ ശ്രദ്ധ പുലർത്തണം. അത് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് എങ്കിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനാലാണ്. പുറമേ ചിരിയും ഉള്ളിൽ വേറൊരു ചിന്തയുമായി നടക്കുന്ന ഉഗ്രവിഷം പേറുന്ന ചില വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അവർ പല ചിന്തകളിലും നിങ്ങളുടെ പ്രവൃത്തികളിലും അവർ വിഷം പടർത്തുവാൻ ശ്രമിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ തന്നെയാണ് പല കാര്യങ്ങളും നിങ്ങൾക്കെതിരാകുന്നതോ അല്ലെങ്കിൽ തളർന്നിരിക്കേണ്ടതായ സാഹചര്യമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവ ഈ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവൃത്തി ചെയ്ത് ഒരിക്കലും ഇന്നലെ സംഭവിച്ച ഒരു കാര്യമല്ല. വളരെ കാലങ്ങളായി അവർ നിങ്ങളെ നിരീക്ഷിക്കുകയും എന്തിന് നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളും അവർ മനസ്സിലാക്കുന്നതായ സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഏതാണ് ഇഷ്ടം, ഏതാണ് ഇഷ്ടക്കേട് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ, നിരീക്ഷിക്കുവാൻ പലപ്പോഴും അവർക്ക് സാധിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾ ദുർബലരായി തീർന്നിരുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അതിനാൽ അവർ തീർച്ചയായും കൃത്യമായ ഒരു സാഹചര്യം തിരഞ്ഞെടുത്തു. അത് ക്ഷമയോടെ തന്നെ അവർ കാത്തിരുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും അവർ നിങ്ങൾക്കെതിരെ മുഖം മൂടിയണിഞ്ഞ്, അതായത് സൗഹൃദമോ സ്നേഹമോ നടിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുകയും വളരെ പ്രധാനപ്പെട്ട സമയത്ത് അവർ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആ വിഷം നിങ്ങളിലേക്ക് പടർന്നു നൽകി. വിഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ ചിന്തകളാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിങ്ങളെ മുടക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നെഗറ്റീവായ ശക്തികളെ കടത്തിവിടുന്നതായ സാഹചര്യം, നെഗറ്റീവായ ചിന്തകൾ, അത് നിങ്ങളിൽ കൂടുതൽ നെഗറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ പോലും അവർ കൃത്യതയോടെ വീക്ഷിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതായ കാര്യം എന്തുകൊണ്ട് ഭഗവാൻ സംരക്ഷിച്ചില്ല എന്നുള്ളതാണ്. കാരണം അത്രമേൽ ദോഷകരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോറലേൽക്കാതെ ഭഗവാൻ സംരക്ഷിച്ചു നിർത്തി എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് വന്നു ചേരുന്ന ഉയർച്ച, നിങ്ങളിൽ പടർന്നിരിക്കുന്നതായ ഭഗവാന്റെ ചൈതന്യം, അതുമായുള്ള ഈശ്വരാനുഗ്രഹം, നന്മ, നിങ്ങളുടെ ഉയർച്ച, ഇതെല്ലാം അവർ ഭയപ്പെട്ട് തുടങ്ങിയിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ മുടക്കുവാനും നിങ്ങളിലെ ഈശ്വരാധീനം നഷ്ടപ്പെടുത്തി നിങ്ങളെ ഇരുട്ടിലാക്കുവാനും അവർ ശ്രമിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. തീർച്ചയായും നിങ്ങളെ ദുർബലപ്പെടുത്തുന്നതിലൂടെ അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താതെ വഴി തെറ്റിക്കുന്നതായ സാഹചര്യം രൂപപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഈശ്വരാനുഗ്രഹം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിലൂടെ അവർക്ക് വിജയിക്കുവാനും നിങ്ങളെ പിന്നോട്ടടിക്കുവാനും സാധിക്കും എന്നവർ കണക്കുകൂട്ടി എന്നതാണ് വാസ്തവം. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ പരമശിവൻ കാവലായിട്ടുണ്ട് എന്നവർ മറന്നിരുന്നു എന്നതാണ് വാസ്തവം. അതവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. പല അവസരങ്ങളിലും പല കാര്യങ്ങളിലും എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോകുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇരുട്ടിലാണ് തപ്പുന്നത് എന്ന രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സിന്റെ തോന്നലായിരുന്നില്ല എന്നതാണ് വാസ്തവം. വരാനുള്ള അപകടങ്ങളെക്കുറിച്ചും
പല കാര്യങ്ങളിലും ഭഗവാൻ നിങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ, നിങ്ങളുടെ ആത്മാവിലൂടെ ഭഗവാൻ നൽകിയിരുന്നു. അതിലൂടെ ഭഗവാൻ നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ എല്ലാ കാര്യങ്ങളും വൈകിപ്പോയി എന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഈ സമയം തീർച്ചയായും കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. കാരണം നിങ്ങൾ അത്രമേൽ താഴേക്ക് പോയിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. ഈ സമയം നിങ്ങൾ ഓർത്തു വയ്ക്കണം. പ്രധാനമായും 6 മുതൽ 7 ദിവസങ്ങൾ വരെയുള്ള സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം പ്രവർത്തിക്കണം. ഈ സമയം നിങ്ങൾക്ക് ഊർജങ്ങൾ അനുകൂലമായി കടന്നു വരുന്ന പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം ഊർജ്ജസ്വലതയോടെ ആലസ്യമെല്ലാം ഒഴിവാക്കി ഉണർന്നിരുന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അതിനാൽ ശ്രദ്ധയോടെ നിങ്ങൾ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിൽ പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സന്ദേശം എന്നുള്ളത്, നിങ്ങൾക്ക് ഈ സന്ദേശം അവഗണിക്കാതിരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ആ പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളിൽ രൂപപ്പെടുന്നതായ ആശയക്കുഴപ്പങ്ങൾ, അവ്യക്തത, അത് നിങ്ങളെ കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നതായ സാഹചര്യമുണ്ട്. ഭഗവാന്റെ വാക്കുകൾ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന അന്ധകാരത്തെ ഒഴിവാക്കുവാനും മാനസികവും ശാരീരികവുമായ ഉയർച്ച നൽകുന്നതിനും കാരണമായി തീരും. ഭഗവാൻ ആ ഇരുട്ട് മാറ്റി നിങ്ങളിലേക്ക് പ്രകാശം പ്രദാനം ചെയ്യും. അതിനാൽ തീർച്ചയായും നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളെ ഭഗവാൻ ഈ സമയം തെരഞ്ഞെടുത്തത് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നതും യാദൃശ്ചികമല്ല എന്നുള്ളതാണ്. ഈ സമയം ഭയമല്ല, പ്രവൃത്തികളാണ് ആവശ്യം. ഭഗവാനിലുള്ള വിശ്വാസമാണ് ആവശ്യം. തീർച്ചയായും അതിനുള്ള വഴികൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുവാനായി പോകുന്നത്. അത് തീർച്ചയായും മടി കൂടാതെ അനുസരിച്ച് മുന്നോട്ട് പോകണം. പ്രധാനമായും ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായും അകപ്പെടാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. എത്ര വിശ്വസ്തരാണ് എങ്കിലും അവർ പറയുന്നതായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ. ഈ സമയം ഭഗവാനെ ആരാധിക്കാതിരിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെയും ഭഗവാനെയും ആരാധിച്ച് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ സംരക്ഷണം, അനുഗ്രഹം, അതിൻ്റെ ശക്തി നിങ്ങൾ 10 മടങ്ങായി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം ഏകാഗ്രത നിങ്ങൾക്ക് അനിവാര്യമായ കാര്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിക്ക് നേടിയെടുക്കുവാൻ സാധിക്കാവുന്ന ആ ശക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. നെഗറ്റീവായി പലരും നിങ്ങളെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും അവഗണിക്കുകയും അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുകയും അവഗണിക്കേണ്ടതായ കാര്യങ്ങൾ അവഗണിച്ചും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അത് തന്നെയാണ് നിങ്ങളെ കൂടുതൽ ശക്തരാക്കി മാറ്റുന്നതും ആ സംരക്ഷണം കൂടുതൽ ശക്തിയായി തീരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വിശ്വാസവും അതേപോലെ തന്നെ ബലവും ആത്മവിശ്വാസവും അധികാരവും കൊണ്ടുവരേണ്ടതാണ്. ഒരു കാര്യത്തെയും ഭയത്തോടെ നിങ്ങൾ സമീപിക്കുവാൻ പാടുള്ളതല്ല. ഭയം നിങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. ഉറച്ച ശബ്ദത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഈ സമയം ഉറച്ച ശബ്ദത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടതായും പ്രവർത്തിക്കേണ്ടതായുമായി വരും. ഊർജ്ജസ്വലത നിങ്ങൾ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഊർജ്ജസ്വലത, പോസിറ്റീവായ ഊർജം നിങ്ങൾ തിരസ്കരിക്കുവാൻ പാടുള്ളതല്ല.
ഈ കാര്യം തിരസ്കരിക്കുന്നതിലൂടെ ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളുടെ ശക്തി കുറയും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് ഒരു ആശ്രയമായി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് നിങ്ങളുടെ ആത്മാവിനും ശക്തി പകരും എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്ന ഈ നെഗറ്റീവായ ശക്തി അതിനെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ പോസിറ്റീവായ ഊർജം ഇരട്ടിപ്പിക്കേണ്ടതാണ്. വീടും പരിസരവും വൃത്തിയാക്കി വിളക്ക് തെളിയിച്ച് കർപ്പൂരം തെളിയിക്കുന്നതും കർപ്പൂരം കത്തിക്കുന്നതും വളരെ വിശേഷമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകന്ന് നിൽക്കേണ്ടതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ ആ ശാന്തിക്കായുള്ള പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ വിശ്വാസം നിങ്ങളുടെ ഈ നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. നിങ്ങൾക്ക് ഉയർച്ചയും സന്തോഷകരമായ നിമിഷങ്ങളും പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും. അതിനാൽ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതിലൂടെ വരും ദിവസങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങും. ഭഗവാന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കണം.